നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ്. പൊടിക്കാറ്റും മഴയും കാരണം പ്രവാസികൾ കുഴഞ്ഞിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ് വീശിയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പൊടിക്കാറ്റ് തുടരാൻ ഇടയുണ്ടെന്നും ആരോഗ്യ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സിവിൽ ഡിഫൻസ് അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ദക്ഷിണ സൗദിയിലെ ജീസാൻ മേഖലയിലാണ് പൊടിക്കാറ്റ് വീശിയത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അന്തരീക്ഷത്തിൽ പൊടി നിറഞ്ഞത് മൂലം കാഴ്ച മങ്ങിയതിനാൽ റോഡുകളിൽ ഗതാഗതം മന്ദഗതിയിലായിരുന്നു. പൊടിപടലങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും തടയാൻ എല്ലാവരോടും കൂടുതൽ ശ്രദ്ധ പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. ജീസാൻ നഗരത്തിലും ഫർസാൻ ദ്വീപുകളിലും ബെയ്ഷ്, ദർബ്, ഫർസ്, അൽ-ഹാരിദ, അൽ-അർദ, അൽ-ദായർ, ഐദാബി, ഫറൂബ്, ഫിഫ, ദാമത്ത്, സബ്യ, ഉഹുദ്, അൽ മുസാരിഹ തീരപ്രദേശങ്ങൾ, ഹൈവേകൾ എന്നിവയുൾപ്പെടെ വിവിധ ഭാഗങ്ങളിലാണ് പൊടിക്കാറ്റ് അനുഭവപ്പെട്ടത്. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴ തുടരുന്നു. അടുത്ത ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. അൽഹജർ പർവ്വതനിരകൾ, വടക്കൻ ഷർഖിയ, ബുറൈമി, ദാഹിറ, ദാഖിലിയ, തെക്കൻ ബാത്തിന, തെക്കൻ ഷർഖിയ ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് കനത്ത മഴ ലഭിച്ചത്. മഴ കൂടാതെ പലയിടത്തും ശക്തമായ കാറ്റും ഇടിയും ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ ആലിപ്പഴം വർഷിച്ചു. എന്നാൽ മഴ കാരണം രാജ്യത്ത് ഒരിടത്തും അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പല സ്ഥലങ്ങളിലും റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. സിവിൽ ഡിഫൻസും റോയൽ ഒമാൻ പോലീസും ശക്തമായ മുൻകരുതൽ നടപടികളുമായി രംഗത്തുണ്ട്. ഒമാനിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും ദിവസങ്ങളിൽ തെക്കൻ ഷർഖിയ, മസ്കത്ത്, വടക്കൻ ഷർഖിയ, അൽ വുസ്ത, വടക്കൻ ബാത്തിന, ബുറൈമി, തെക്കൻ ബാത്തിന, ദാഹിറ, ദാഖിലിയ ഗവർണറേറ്റുകളിലും മഴ പെയ്യുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 20 മുതൽ 80 മില്ലിമീറ്റർ വരെ പല സ്ഥലങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലെയും വാദികൾ നിറഞ്ഞു ഒഴുകി. മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുതെന്ന് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകി. താഴ്ന്ന പ്രദേശങ്ങളിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണം. 50 മുതൽ 80 കിലോമീറ്റർ ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ വീശിയടിക്കാൻ പോകുന്ന കാറ്റിന്റെ വേഗത. പൊടിക്കാറ്റുണ്ടായിരിക്കും. വാഹനം ഓടിക്കുന്നവർ ശക്തമായ മുൻകരുതൽ നടപടി സ്വീകരിക്കണം. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും റോയൽ ഒമാൻ പോലീസും ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ബീച്ചുകളിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കും കളിക്കാൻ ഒറ്റയ്ക്ക് കുട്ടികളെ വിടരുത്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും ഒമാൻ റോയൽ പോലീസ് അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.